മുഖ്യമന്ത്രി സ്ഥാനം പ്രഖ്യാപനം വൈകുന്നതിനെതിരെ സാംസ്കാരിക പ്രവർത്തകർ രംഗത്ത് വന്നിരിക്കുന്നു. സാറാ ജോസഫ് ഉൾപ്പെടെയുള്ള സാഹിത്യകാരന്മാരാണ് വിമർശനം ഉന്നയിച്ച സംയുക്ത പ്രസ്താവന ഇറക്കിയിരിക്കുന്നത്. അതായത് കേരളത്തിലെ ജനങ്ങളുടെ ഒരു വികാരം മാനിക്കാൻ അല്ലെങ്കിൽ മനസ്സിലാക്കാൻ കോൺഗ്രസിന് കഴിയുന്നില്ല എന്ന ഒരു വിമർശനമാണ് സാംസ്കാരിക രംഗത്തെ പ്രമുഖർ ഉന്നയിക്കുന്നത്. സാറാ ജോസഫ്, എം എൻ കാരശ്ശേരി, കൽപ്പറ്റ നാരായണൻ, കെ ജി ശങ്കരപ്പിള്ള, യു കെ കുമാരൻ തുടങ്ങിയ വ്യക്തികളാണ് ഇത്തരം വിമർശനങ്ങളുമായി രംഗത്ത് വന്നിരിക്കുന്നത്. എം എസ് ലിഷോയ് വിവരങ്ങളുമായി നമുക്കൊപ്പമുണ്ട്. ലിഷോയ്, സ്വാഭാവികമായിട്ടും ജനങ്ങളുടെ ഇടയിൽ വലിയ ചർച്ചയാണ് അല്ലെ, പല വിധത്തിലുള്ള പ്രതികരണങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അതിന് ഇപ്പോൾ സാഹിത്യകാരന്മാർ കൂടി രംഗത്ത് വരികയാണ്. പല ഘട്ടങ്ങളിലും നേരത്തെയൊക്കെ പലപ്പോഴും മിണ്ടാതിരുന്നിട്ടുള്ള ആളുകൾ കൂടി ഇപ്പോൾ വളരെ സജീവമായി രംഗത്ത് വരുന്നുണ്ട്. തീർച്ചയായും ഇതിപ്പോൾ ഇത്രയധികം ഭൂരിപക്ഷത്തോടുകൂടി ജനങ്ങൾ ഈ ഒരു സർക്കാരിന് അധികാരത്തിലേറ്റിയിട്ടും അതിൽ കൃത്യമായ ഒരു നടപടി സ്വീകരിക്കാൻ അല്ലെങ്കിൽ അക്കാര്യങ്ങൾ ജനങ്ങളോടൊരു പ്രതിബദ്ധത പുലർത്താനായി ഇവർക്ക് കഴിയുന്നില്ല എന്നുള്ള ഒരു ആരോപണമാണ് ഈ സാംസ്കാരിക പ്രവർത്തകരുടെ ഭാഗത്തു നിന്നും ഇപ്പോൾ ഉണ്ടാകുന്നത്. പ്രത്യേകിച്ചും ജനങ്ങൾ വലിയൊരു ഉത്തരവാദിത്വം ഏൽപ്പിച്ചപ്പോൾ അത് ഉത്തരവാദിത്വത്തോടുകൂടി കൃത്യമായ ആത്മാർത്ഥതയോടുകൂടി അത് നിറവേറ്റാനായി കഴിയുന്നില്ല. ചിലരുടെ ഈ ജനവധിയെ മാനിക്കാനായി പലരും ഒരു നല്ല രീതിക്ക് മുന്നോട്ട് വരുന്നില്ല എന്നുള്ള തരത്തിലുള്ള കാര്യങ്ങളാണ് ഇവർ മുന്നോട്ട് വെക്കുന്നത്. മാത്രമല്ല ചിലരുടെ വ്യക്തിപരമായ താല്പര്യങ്ങൾ അത് സംരക്ഷിക്കാനായി ഈ ജനവിധിയെ അപഹസിക്കുന്ന തരത്തിലുള്ള പെരുമാറ്റങ്ങളൊക്കെ തന്നെ നടത്തുന്നു എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഈ മുഖ്യമന്ത്രി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ചർച്ചകളിലൊക്കെ തന്നെ വലിയ രീതിക്ക് പരിഹസിച്ചുകൊണ്ട് ഇപ്പോൾ സാംസ്കാരിക പ്രവർത്തകർ രംഗത്തെത്തിയിരിക്കുന്നത്. ഈ ഒരു കാര്യത്തിനെതിരെ ജനാധിപത്യ സംരക്ഷണ പ്രതിരോധം തീർക്കുക എന്നുള്ള ഒരു കാര്യമാണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളതാണ്. സാറാ ജോസഫും അതുപോലെ തന്നെ കെ ജി ശങ്കരപ്പിള്ള, കൽപ്പറ്റ നാരായണൻ, യു കെ കുമാരൻ, എസ് ജോസഫ്, ഡോക്ടർ ആനന്ദ്, ഡോക്ടർ സി ജെ ജോർജ് എന്നിവരൊക്കെ കൂടി ചേർന്നുകൊണ്ട് സംയുക്തമായാണ് ഇത്തരത്തിൽ ജനാധിപത്യ സംരക്ഷണ ദിനമായി ഇന്ന് ആചരിക്കുന്നതിന് വേണ്ടി എല്ലാവരെയും ആഹ്വാനം ചെയ്തുകൊണ്ട് ഇപ്പോൾ പൊതുസമൂഹത്തിന് മുന്നിലേക്ക് എത്തിയിരിക്കുന്നത്. കേരള ജനതയെ കൊടിയ രാഷ്ട്രീയ വഞ്ചനയ്ക്ക് ഇരയാക്കുന്നു. ഇതൊരു ഭയാനകമായ സന്ദർഭത്തിന്റെ മുന്നിലാണ് ഇപ്പോൾ എല്ലാവരും തന്നെ ഉള്ളത്. ഈ സാഹചര്യത്തിൽ ഉത്തരവാദിത്തത്തോടുകൂടി പെരുമാറാനായി എന്തുകൊണ്ട് ഈ പാർട്ടിക്ക് കഴിയുന്നില്ല എന്നുള്ളൊരു ചോദ്യവും ഇവിടെ ഉയർത്തുന്നു. എന്തായാലും സാംസ്കാരിക പ്രവർത്തകരുടെ ഭാഗത്തുനിന്നും ഇത്തരത്തിലുള്ള ഒരു പ്രതികരണമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ശരി, എം എസ് ലിഷോയാണ് വിവരങ്ങൾ നൽകിയത്. സാംസ്കാരിക പ്രവർത്തകരുടെ കൂട്ടായ്മയാണ് കോൺഗ്രസ് ജനങ്ങളുടെ ഒരു വികാരത്തെ കണക്കിലെടുക്കുന്നതിൽ അല്ലെങ്കിൽ അതിനോടുള്ള ഒരു പ്രതിബദ്ധത പുലർത്തുന്നതിൽ പിന്നോട്ടു പോയി എന്ന ഒരു വിമർശനം, അതായത് മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നത് വിഷയം നീണ്ടുപോകുന്നതിലുള്ള വിമർശനമാണ് ഇപ്പോൾ ഉന്നയിക്കുന്നത്. ജനാധിപത്യ സംരക്ഷണ ദിനം എന്ന നിലയിൽ ഇന്ന് ആചരിക്കുക എന്നൊരു ആഹ്വാനം കൂടി സാംസ്കാരിക പ്രവർത്തകർ നൽകുന്നുണ്ട്. സംയുക്ത പ്രസ്താവനയാണ് വിമർശനം ഉന്നയിച്ച് പുറത്തിറക്കിയിരിക്കുന്നത്.